ഹലോ നമസ്കാരം. എന്തായാലും ഈ ഒരു വീട് കണ്ടപ്പോൾ സത്യത്തിൽ ആദ്യം ചെറിയൊരു വിഷമം തോന്നിയിട്ടാ. കാരണം ഇത്രയും നല്ലൊരു വീട് നോക്കാൻ ആളില്ല, ഞാൻ ഇങ്ങനെ കിടക്കാണ്. പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഓണർ വിദേശത്താണ്. അവർക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർട്ടി ഇടയ്ക്കൊന്നും താമസിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷെ തിരക്കുകാരനോട് വരാൻ പറ്റുന്നില്ല. ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ മുതലാളി അദ്ദേഹത്തിൻ്റെ സ്വന്തം പറയുന്ന കഴിക്കുള്ളൂ. അത് കാരണം കൊണ്ട് എല്ലാ ജില്ലയിലും അദ്ദേഹത്തിന് ഓരോ ബാറുണ്ടെന്ന് പറഞ്ഞ പോലെ കാശുണ്ടെങ്കിൽ നമ്മളും ഇതൊക്കെ മേടിച്ചിടും അല്ലേ. അപ്പോൾ എന്തായാലും നല്ല ലക്കിന് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ലക്കിന് എന്ന് പറഞ്ഞാൽ അത്രയും ലക്കിന് കിട്ടുന്ന ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറുതായിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു വീട് ഒരു വർഷം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാലും അറിയാലോ, ഒരു ചെറിയൊരു ഇതുണ്ടായിരിക്കും. അത് പുറം ഭാഗം മാത്രം നല്ല രീതിയിൽ ഒരു പെയിൻറ്റിങ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ലക്ഷറി വീടാണ്. ഒരു നല്ല വില കുറവിന് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു കിണർ കണ്ടു, ഒരു 6ഓളം കാറ് പറിക്കാവുന്ന മുറ്റം കണ്ടു. അകത്തേക്ക് കിടക്കുമ്പോൾ കണ്ണാടി പോലെ ഫിനിഷിങ് ചെയ്തിട്ടുള്ള ഫ്ലോറിങ്, നല്ല വലിയൊരു ലിവിങ് ഹാള്, അപ്പുറത്ത് അതിനേക്കാൾ വലിയൊരു ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ ഇതാ ഷോക്കേസൊക്കെ അവിടെ ഉണ്ട്. നല്ല സൂര്യപ്രകാശം വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നുണ്ട്. നമ്മൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടാ, അത്രയും നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. വീട് ഉപയോഗിച്ചിട്ടില്ല കേട്ടാ, തൊട്ടിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതാ ഇവിടെ ഹാൻഡ് വാഷ് ഏരിയ വരുന്നുണ്ട്. ഇനി ബെഡ്റൂമുകൾ നോക്കുകയാണെങ്കിൽ വിശാലമായിട്ടുള്ള ബെഡ്റൂംസ് ആട്ടാ, 3 വരുന്നുണ്ട്. 3 അറ്റാച്ച്ഡ് വാഷ്റൂം ഉള്ളതാണ്. എല്ലാ ബാത്റൂമിലത്തെയും ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം അത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ബ്രാൻഡഡ് ആണ്. എല്ലാ ബാത്റൂമും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കിച്ചൺ നോക്കുകയാണെങ്കിൽ ദ ബിഗ്ഗസ്റ്റ് കിച്ചൺ, വലിയൊരു കിച്ചണാണ്. ഫുള്ള് വാൾ ടൈൽ ചെയ്ത് അടിപൊളി ഗ്രിപ്പുള്ള ഫ്ലോറിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല റിച്ച് ആക്കിയിട്ടുള്ള ഒരു കബോർഡ് വർക്കുകൾ ഇങ്ങനെ നീണ്ട് കിടക്കുക. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. വർക്ക് ഏരിയയും സെയിം തന്നെ, ഫുള്ള് വോൾട്ടൈൽ ചെയ്ത് ദാ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അടിപൊളി, അതൊരു ഭംഗിക്ക് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനോട് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു കോമൺ വാഷ്റൂം വരുന്നുണ്ട്. നല്ല സ്ട്രോങ് ഉള്ള ഗ്രില്ലുകളാട്ടോ, അതൊന്ന് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, നല്ല സ്ട്രോങ് ആണ്. പുറത്തേക്ക് ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അയൽക്കാർ നല്ല അയൽക്കാരായതുകൊണ്ട് അത്യാവശ്യം നാളികേരം കരിക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്നും പറയുന്നില്ല. അവർ നല്ല ആൾക്കാരാണ് ചുറ്റുവട്ടത്തൊക്കെ കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ഒന്നുകൂടി കയറുമ്പോൾ നല്ല ഭംഗിയുള്ള കറങ്ങി പോണ ഒരു സ്റ്റെപ്പ് കയറി എത്തണത് വലിയൊരു ഹാളിലേക്കാണ്. ബെഡ്റൂംസ് ഉണ്ട്. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാൽക്കണി വ്യൂ ആട്ടോ അവിടുത്തെ മുകളിലത്തെ ഒരു ഷീറ്റ് ഉണ്ട്, അതൊന്നും മാറ്റിയ നല്ല റിച്ചായി. നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അടിച്ചാൽ കലക്കി. ടോട്ടല് 6.5 സെൻറ്റ് സ്ഥലം, 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ പ്രോപ്പർട്ടി ഗുരുവായൂരിന്ന് പൊന്നാനി ഡയറക്ഷനിലാണ്. അതായത് നമ്മുടെ തമ്പുരാമ്പടി എന്ന് പറഞ്ഞ മെയിൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. കുന്നുകുളത്തേക്കും ചാവക്കാടുക്കും നല്ല ആക്സസ് ഉണ്ട്. എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഒരു 70 ലക്ഷം വില വരുന്ന പ്രോപ്പർട്ടിയാണ് ജസ്റ്റ് 58 ലക്ഷത്തിന് സെയിലിന് വെച്ചിരിക്കുന്നത്. ലക്കായിട്ടുള്ള കേസാണ്. പിന്നെ ഒരു കച്ചവടം ആകുമ്പോൾ ഫാസ്റ്റായിട്ടുള്ളൊരു രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ ലൈറ്റായിട്ട് റേറ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും വിളിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു ദിവസം ആവട്ടെ. താങ്ക് യു.